വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്നലെ നോക്കിയാൽ കാണാം, നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലായിരുന്നു. ഇവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിലേക്ക് കൃത്യമായി തന്നെ മാർക്കറ്റ് ഇറങ്ങി വന്ന് അവിടുന്ന് ഒരു കൺഫർമേഷൻ എടുത്ത് ഈ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി കൺഫർമേഷൻ എടുത്തു. അതും നമ്മൾ വരച്ചു വെച്ചിരുന്ന സപ്പോർട്ടിൽ നിന്ന് കൃത്യമായി കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ട് നോക്കിയാൽ കാണാം അടുത്ത ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തിയ കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി തന്നെ 100% മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. ഇന്നത്തെ ഡേ ചാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള 3 ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തരാൻ സാധ്യതയുള്ളത്. പക്ഷെ ഇതിലേതെങ്കിലേക്കൊക്കെ വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പ്രൈസ് ഒന്ന് നോക്കാം. താഴെയുള്ള സപ്പോർട്ടിന്റെ 62.390, 61.801, അതുപോലെ അതിന് തൊട്ട് മുകളിലുള്ള 63.510, 62.912. ഇനി ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്, ഇന്നലെ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു, ഇപ്പൊ അത് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്രേക്ക് സംഭവിച്ചുകൊണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 64.544, അതുപോലെ 64.51 ആണ്. ഇനി റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുന്നേ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇവിടെ ഒരു ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവലിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ ലെവലിന്റെ പ്രൈസ് 65.026 ആണ്. നേരത്തെ പറഞ്ഞിരുന്നത് ഈ ലെവലിലേക്കോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ നല്ലൊരു പുൾ ബാക്ക് തരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പ്രൈസ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 65.693, അതുപോലെ 66.079. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് 66.658, അതുപോലെ 67.073, അതുപോലെ അതിന്റെ തൊട്ട് മുകളിലുള്ളതിന്റെ 67.411, അതിന്റെ മുകളിലുള്ള 67.836 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് 2 സപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ സപ്പോർട്ട് ഇവിടെയും രണ്ടാമത്തെ സപ്പോർട്ട് ഇവിടെയാണ്. അതിന് രണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്കോ ഇറങ്ങി വന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, എസ്പെഷ്യലി ഈ ഒരു സപ്പോർട്ടിന് മുകളിലോട്ട്, അതായത് ആദ്യം വരച്ച സപ്പോർട്ടിന് മുകളിലോട്ട് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ നോക്കാം. ബൈയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെയാണ്, രണ്ടാമത്തെ ഇവിടെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നിട്ടായിരിക്കാം സപ്പോർട്ട് എടുക്കാൻ വരുന്നതെങ്കിൽ നമുക്ക് നേരെ തിരിച്ചാണ് നോക്കാൻ പറ്റുക. അതായത് ഒരു സെൽ എൻട്രി ആണ് ഈ ലെവലിൽ നിന്നൊക്കെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ ലെവലിലേക്കോ വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അവിടുന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ നമ്മൾ മാർക്ക് ചെയ്ത ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താം. ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ഒരു പാറ്റേൺ ഇവിടെയും വർക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഒരു സെൽ എൻട്രി കിട്ടാനും, സെൽ എൻട്രി ഒരു ടാർഗറ്റ് ഇവിടം വരേക്കോ അല്ലെങ്കിൽ ഇവിടം വരേക്കോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റെസിസ്റ്റൻസിലേക്ക് പോവാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്യാണ്. 2 സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഈ ലെവലിൽ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ സംഭവിക്കാനുള്ള ഒരു ഇത് എന്ന് പറയുന്നത് ഈ ലെവലുമാണ്. ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. തൽക്കാലം ഇത്രയായിരിക്കും ഇന്നത്തെ ഒരു മൊമെന്റ്. ഇതിന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല. വന്നാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ വളരെ സ്ട്രോങ് ആണ്. അതിന്റെ ഉള്ളിൽ 50 മിനിറ്റ്സിന്റെ മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. അതും നോട്ട് ചെയ്യേണ്ടതാണ്. ആ ലെവലിലേക്കും വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്.
ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.